നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുകയാണ് കൂടോത്ര വിവാദം. കൂടോത്ര വിവാദം സ്പോട്ട് ലൈവ് ഇന്ന് ആഴത്തിൽ പരിശോധിക്കും. ഒപ്പം തന്നെ കലയുടെ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും സ്പോട്ട് ലൈവ് ഇന്ന് പ്രേക്ഷകർക്കായി നൽകും. അതോടൊപ്പം 2 സുപ്രധാന പോക്സോ കേസുകൾ പുറത്തു വന്നിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് ഈ പോക്സോ കേസുകളുടെ വിവരങ്ങളും സ്പോട്ട് ലൈവ് ഇന്ന് വ്യക്തമാക്കും. അങ്ങനെ ഒട്ടനവധി പ്രധാന വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൂടോത്ര വിവാദത്തിൽ നിർണായകമായ വെളിപ്പെടുത്തൽ. സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം ചെയ്തു എന്ന പ്രമുഖ കോൺഗ്രസ് നേതാവ് തന്നെയാണ് എന്നാണ് വെളിപ്പെടുത്തൽ. കൂടോത്ര അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്നതിന് ദൃക്സാക്ഷിയായ വിപിൻ മോഹനാണ് വിവാദ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പരിശോധന നടത്തിയിട്ടും സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്താനായില്ല. വിവാദങ്ങൾ തുടർച്ചയായി വേട്ടയാടിയ പശ്ചാത്തലത്തിലാണ് നെഗറ്റീവ് എനർജി കണ്ടെത്താൻ ആചാര്യനെ വിളിച്ചു വരുത്തിയത്. കൂടോത്രം കുഴിച്ചെടുത്തത് കന്നിമൂനയിലെ 3 അടി താഴ്ചയുള്ള സ്ഥലത്ത് നിന്നാണ്. ഇത് വ്യക്തമാക്കുന്നത് സുധാകരൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയാണ്. സുധാകരൻ സാറിന് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ KPC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പുള്ളിക്ക് നിരന്തരമായ ശാരീരിക അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഓരോ അസുഖങ്ങളായിട്ടുണ്ടായി. പലതരം മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ അസുഖങ്ങളോ ഒന്നും കണ്ടെത്താൻ മെഡിക്കൽ ബോർഡിനോ ഡോക്ടേഴ്സിനോ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ തുടർന്നാണ് ഇങ്ങനെയൊരു നെഗറ്റീവ് എനർജിയുടെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് പല കോണിൽ നിന്നും പലരും പറയുകയും രാജ്മോഹൻ ഉണ്ണിത്താൻ MP അത് ഇങ്ങനെ ആയിരിക്കും, അത് നമുക്ക് നോക്കാം, ഇങ്ങനെ ഒരു ആചാര്യനുണ്ട് എന്ന് പറയുകയും അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യുകയും അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുകയും വന്നിട്ട് ഇത് എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കോമ്പസും വേറൊരു മെഷീനും ഉണ്ടായിരുന്നു. അത് പുള്ളി മണ്ണിൽ നിന്ന് ആ ഒരു എനർജി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു പുള്ളിയുടെ. ഇതാരവിടെ ചെയ്തു? ഇത്രയും സെക്യൂരിറ്റിയും CCTV ഉള്ള സ്ഥലത്ത് ഇത്രയും ആളുകളുടെ കണ്ണ് വെട്ടിച്ച് ആർക്കത് ചെയ്യാൻ കഴിയും? ഇതെടുത്തതിന് ശേഷം കുറച്ച് റിലീഫ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു മാസം കഴിയുമ്പോഴേക്കും അത് മൂർച്ച കൂടുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് വീണ്ടും ആചാര്യനായി ബന്ധപ്പെട്ടപ്പോൾ വീണ്ടും ഉണ്ട്, തിരുവനന്തപുരത്തും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതും മുന്നേ താമസിച്ചിരുന്ന പേട്ട വീട്ടിൽ നിന്നും പുള്ളി വീണ്ടും കണ്ടെടുത്തു. അന്നേ ദിവസം തന്നെ KPC ഓഫീസിൽ ദിവസം തന്നെയായിരുന്നു, സെയിം ഡേ ആയിരുന്നു. അന്ന് വൈകിട്ട് അല്ല, ഒരു ദിവസം വൈകിട്ടാണ്, രാത്രിയാണ് പേട്ടയിലെ വീട്ടിൽ നിന്ന് എടുത്തത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു KPC ഓഫീസിൽ. അത് പോയി ടേബിളിൻ്റെ അടിയിലാണെന്ന് പുള്ളി ഐഡൻറ്റിഫൈ ചെയ്തു. ടേബിൾ പൊക്കുമ്പോൾ ടേബിളിൻ്റെ കാലിൻ്റെ അടിയിൽ ഈ തകിട് മാത്രം ഉണ്ടാകുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ അധികാരസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള കോൺഗ്രസിനുള്ളിലെ തന്നെ ഒരു നീക്കമാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപം പല കോണുകളിൽ നിന്നും ഇരിക്കുകയാണ്. ഇതിൽ വസ്തുതയുണ്ട് എന്ന് കരുതുന്നുണ്ട്. അതുതന്നെയാണ് അതിൻ്റെ മുഖ്യ മൂല്യകാരണം എന്നാണ് ഞാനും കരുതുന്നത്. അതിന് വരും ദിവസങ്ങളിൽ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ കോൺഗ്രസ് പാർട്ടി KPC ഓഫീസിൻ്റെ ആസ്ഥാനത്ത് കയറി വെക്കണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്കല്ലാതെ വേറെ ആർക്കും അത് കഴിയുമില്ല. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരും. ഡാൻ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് കൂടോത്ര വിവാദം. ഒപ്പം തന്നെ ഇത് നമ്മുടെ രാഷ്ട്രീയക്കാർ വലിയ തോതിൽ ഈ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളൊക്കെ പുറത്തു വരുന്നു. ഡാനിപ്പോൾ ഒരു അഭിമുഖം എടുത്തിട്ടുള്ളത് വിപിൻ മോഹൻ്റെയാണ്. വിപിൻ മോഹൻ അന്ന് സുധാകരനുമായി ഏറ്റവും അടുത്ത സർക്കിളിൽപ്പെട്ട ആളാണ്. ഈ കൂടോത്ര പുറത്തെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന സുധാകരൻ്റെ അനുയായികളിൽ 3 പേരിൽ ഒരാളാണ്. അങ്ങനെ വിപിൻ മോഹൻ അന്ന് ഏറ്റവും അടുത്തൊരു ബന്ധം സുധാകരനുമായി വെച്ചു പുലർത്തിയ ഒരു കാലം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും വിപിൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ വസ്തുതയുണ്ടാകാൻ, അല്ലെങ്കിൽ 100% വസ്തുതയുണ്ടാകാൻ തന്നെയായിരിക്കും സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും വിപിനിൽ നിന്ന് ലഭിക്കുന്ന സൂചന എന്താണ് ഡാൻ? ആരാണ് ഈ കൂടോത്രത്തിന് പുറകിൽ എന്ന് ഡാനിനെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞോ?
അത് കൃത്യമായ തെളിവുകൾ ലഭ്യമാകുമ്പോൾ മാത്രമേ പുറത്ത് പറയാൻ കഴിയൂ എന്ന നിലപാടിലാണ് വിപിനുള്ളത്. KPCC അധ്യക്ഷനും അതോടൊപ്പം തന്നെ ഇത് കണ്ടെടുക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ MP-ക്കും അവർക്ക് രണ്ടുപേർക്കും ഇത് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ അവിടെ അന്നെത്തിയ ആചാര്യൻ കൈമാറിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഒരു പ്രമുഖ നേതാവിന് വേണ്ടി K. സുധാകരൻ്റെ വീട്ടിൽ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ആരോ ഒരാൾ ഈ കൂടോത്രം ചെയ്ത വസ്തുക്കൾ കുഴിച്ചിടുകയായിരുന്നു ഈ കന്നിമൂലയിൽ 3 അടി താഴ്ചയിൽ എന്ന സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഏത് സമയത്താണ് അത് കുഴിച്ചിട്ടതെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ അന്ന് നടത്തിയ ആ ഒരു പരിശോധനകളൊന്നും കഴിയാത്ത പശ്ചാത്തലമുണ്ടായി. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ അങ്ങനെ ലഭ്യമാകുമോ, അതെപ്പോഴാണ് കുഴിച്ചിട്ടത് എന്ന് കണ്ടെത്താൻ കഴിയുമോ എന്ന തരത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും അതിൻ്റെ മെമ്മറി സ്പേസിന് സ്റ്റോറേജ് സ്പേസ് നിശ്ചിത സമയപരിധി വരെയുള്ള വിവരങ്ങൾ മാത്രമേ ശേഖരിച്ചു വെക്കുകയുള്ളൂ. അതിനു മുൻപ് എപ്പോഴോ ആണ് ഇത് ആ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്നത് എന്നാണ് അന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ചില സൂചനകൾ അത് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നാൽ മാത്രമേ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്കുള്ളൂ എന്ന നിലപാടിലാണ് ബിപിൻ മോഹൻ ഉള്ളത്. ഏതായാലും ഈ ബിപിൻ മോഹനും സുധാകരനും ഒക്കെ ഇത് ഏറെക്കുറെ ആരാണ് വെച്ചത് എന്നതിനെ സംബന്ധിച്ച് അവർക്കൊരു ധാരണയുണ്ട് അല്ലേ? വ്യക്തമായ സൂചന തന്നെ KPCC അധ്യക്ഷനും രാജ്മോഹൻ ഉണ്ണിത്താൻ MP-ക്കും ഉണ്ട് എന്ന് തന്നെയാണ് ബിപിൻ നമുക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പാർട്ടിയെ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്ന വിധത്തിൽ ഒരു പ്രതികരണം KPCC അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള യാതൊരു സാധ്യതയും മുന്നിൽ കാണുന്നില്ല. സമാനമായി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു കാസർഗോഡ്. പക്ഷേ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചപ്പോഴും നിങ്ങൾക്ക് ഈ വിവരം എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് പറയൂ, അപ്പോൾ ബാക്കി പ്രതികരണം നടത്താമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താനും ചെയ്തത്. പക്ഷേ ഇന്ന് ബിപിൻ മോഹൻ നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തലിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിൽ അറിവുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു പ്രമുഖനാണ് ഇതിന് പിന്നിലെന്ന് നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ അത് സംസ്ഥാന കോൺഗ്രസിലുണ്ടാക്കുന്ന അസ്വാരസ്യം ചെറുതായിരിക്കില്ല, അസ്വസ്ഥത ചെറുതായിരിക്കില്ല. പാർട്ടി നേതൃത്വം കൃത്യമായ വിശദീകരണവുമായി രംഗത്തെത്തേണ്ട സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ. അത്ഭുതപ്പെടുത്തുന്ന ഈ സുധാകരൻ്റെ വീട് എപ്പോഴും അവിടെ സുധാകരൻ്റെ അനുയായികളും വിശ്വസ്തരുമായ ആളുകൾ എപ്പോഴും കാണാൻ കഴിയും. കണ്ണൂരിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ആളുകൾ അവിടെ ഉണ്ട്. ഒപ്പം ഈ ബ്രൂണോ എപ്പോഴും വീടിന് ചുറ്റി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ഗേറ്റിൽ അവിടെ സെക്യൂരിറ്റി ഉണ്ട്, എല്ലായിടത്തും ക്യാമറകളുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ ആളുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലമാണ് ഈ സുധാകരൻ്റെ വീടും അല്ലെങ്കിൽ KPCC ഓഫീസുമൊക്കെ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശ്വസ്തരിൽ ആരോ തന്നെ ആണ് ഈ കൂടോത്രത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത്, അല്ലെങ്കിൽ അത് കുഴിച്ചിടാനൊക്കെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത് എന്ന കാര്യം വ്യക്തമാണ്. ഇപ്പോൾ അന്ന് ഈ കൂടോത്രം പുറത്തെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന 3 പേരിൽ 2 പേർ ഇപ്പോഴും സുധാകരനുമായി അടുത്ത് തന്നെ നിൽക്കുന്നു. ബിപിൻ മോഹൻ സുധാകരൻ്റെ സ്റ്റാഫിൽ നിന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ സുധാകരനുമായി വളരെ അടുത്ത ബന്ധമുള്ള ആരോ ഒരാളെ ഉപയോഗപ്പെടുത്തി തന്നെയായിരിക്കണം ഈ കൂടോത്രത്തിന് വേണ്ടി, അല്ലെങ്കിൽ അത് കുഴിച്ചിടാനും അതവിടെ സ്ഥാപിക്കാനും ഒക്കെ നീക്കങ്ങൾ നടന്നത് എന്ന് ഏതായാലും വ്യക്തമല്ലേ? സ്വാഭാവികമായി അത് ഉറപ്പാണ്. കാരണം ആ വീടിനുള്ളിലേക്ക് അത്ര പെട്ടെന്ന് പുറത്തുനിന്ന് അപരിചിതനായ ഒരാൾക്ക് കടക്കുക അസാധ്യമാണ്. കാരണം ആ വീടിൻ്റെ മതിൽക്കെട്ട് വലിയ മതിൽക്കെട്ടാണ്, അതോടൊപ്പം പോലീസിൻ്റെ സുരക്ഷയുണ്ട്. അതിന് മാത്രമല്ല അതോടൊപ്പം തന്നെയാണ് ക്യാമറ നിരീക്ഷണത്തിലുള്ളൊരു വീടാണത്. സ്വാഭാവികമായി അങ്ങനെയൊരു സ്ഥലത്തേക്ക് അപരിചിതനായ ഒരാൾക്ക് ഇങ്ങനെയൊരു കൂടോത്രം വെച്ചിരിക്കുന്ന വസ്തുക്കളുമായി പെട്ടെന്ന് നിസ്സാരമായ വീടിനുള്ളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയത്തില്ല. സ്വാഭാവികമായി ആ വീട്ടിൽ സർവ്വന സ്വാതന്ത്ര്യമുള്ള ആ K. സുധാകരനുമായി വ്യക്തിബന്ധമുള്ള, അദ്ദേഹവുമായി സ്വാധീനമുള്ള ഒരു കൃത്യമായ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആരോ തന്നെയാണ് ഈ കന്നിമൂലയിൽ 3 അടി താഴ്ചയിൽ ഇത് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തവുമാണ്. ആ വ്യക്തിയെ അവിടേക്ക് നിയോഗിച്ചത് ഈ പ്രമുഖനാണ് എന്നാണ് വിപിൻ നൽകിയിരിക്കുന്ന അഭിമുഖത്തിലെ നിർണായകമായ വെളിപ്പെടുത്തൽ. മനു ഡാൻ, പിന്നെ മറ്റൊരു കാര്യം, ഈ സുധാകരന് കുറച്ചു കാലം മുമ്പ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ചികിത്സയൊക്കെ തേടിയിരുന്നു, ആയുർവേദവും ഒക്കെ ചികിത്സയ്ക്കായി അദ്ദേഹം പലയിടങ്ങളിലൊക്കെ പോകുന്നതിനെക്കുറിച്ചൊക്കെ അന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതെന്താണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് ചില സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മോൻസൺ മാവുങ്കലിടത്തൊക്കെ പോയി എന്നൊക്കെ ഉള്ള വാർത്തകളും പുറത്തു വന്നു. ഏതായാലും ആ സുധാകരൻ്റെ ഈ ആരോഗ്യ പ്രശ്നം അദ്ദേഹത്തെ വേട്ടയാടിയപ്പോഴാണോ ഇങ്ങനെ
എന്നാണല്ലോ ഇപ്പോൾ ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ, കൂടോത്രമുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരികയൊക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും അതിനുശേഷം പ്രതിക്രിയകൾ ചെയ്യുക എന്നൊരു രീതി കൂടി കൂടോത്രത്തിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അത് തടയാൻ, കൂടോത്രം കൊണ്ടുണ്ടായ ദോഷങ്ങൾ തടയാൻ സുധാകരനും അത്തരത്തിൽ എന്തെങ്കിലും പ്രതിവിധികളൊക്കെ ചെയ്യാൻ പോയോ എന്നോ മറ്റോ ഈ വിപിൻ മോഹൻ ഡാനിനോട് വെളിപ്പെടുത്തിയോ? അത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. അഥവാ അങ്ങനെ ചെയ്താലും അദ്ദേഹം നമ്മളോട് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമെന്ന് ഞാൻ ഈ ഘട്ടത്തിൽ കരുതുന്നുമില്ല. പക്ഷേ അതിനുള്ള സാധ്യതയൊട്ട് തള്ളിക്കളയാനുമാവില്ല. അതിനപ്പുറത്തേക്ക് എനിക്ക് അതിൽ കൂടുതലൊന്നും പ്രതികരിക്കാനില്ല. യെസ്, ഏതായാലും ഈ കൂടോത്രം വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയാവുകയാണ്. നേരത്തെയും നമുക്ക് അറിയാം, വി എം സുധീരൻ്റെ വീട്ടിൽ കൂടോത്രം നടന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു. ഡാനിനോട് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ താനും അത്തരം കൂടോത്ര ഇതിനൊക്കെ ഇരയായി കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ കാശ് അവർക്ക് നഷ്ടമായേ ഉള്ളൂ എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. അപ്പോൾ ഇതെന്ത് സൂചനയാണ് ഡാൻ നൽകുന്നത്? ഈ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത്ര മാത്രം നിർണായകമായ സ്വാധീനം മന്ത്രവാദികൾക്കും കൂടോത്രക്കാർക്കുമൊക്കെ ഉണ്ട് എന്നാണോ നമ്മൾ ധരിക്കേണ്ടത്? രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകിയ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം, അങ്ങനെ വെച്ചിട്ടുമുണ്ട്, ആ വെച്ചതൊക്കെ കൃത്യമായി കണ്ടെത്തി നശിപ്പിച്ചിട്ടുമുണ്ട്, അത് മുടക്കിയവന് പൈസ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അതിനർത്ഥം കൂടോത്രം ഫലിക്കില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ആ കൂടോത്രം വെച്ചത് കൃത്യമായി കണ്ടെത്താനും സമയാസമയം അത് നശിപ്പിക്കാനും കഴിഞ്ഞതുകൊണ്ട് അത് വെച്ചവർക്ക് അവരുടെ പണം നഷ്ടമായി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വാഭാവികമായി ഈ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, സിനിമാ മേഖലയിലും വ്യാപാര രംഗത്തുമൊക്കെ വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. സ്വാഭാവികമായി ഭാഗ്യം തേടിയുള്ള യാത്രക്കിടയിൽ ഏതൊക്കെ കോണുകളിൽ നിന്ന് അവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ വരുമോ അതിനൊക്കെ പിന്നാലെ പോകുന്ന മനുഷ്യ സഹജമായ സ്വഭാവം എല്ലാവർക്കുമുണ്ട്. അങ്ങനെ ഈ ആത്മീയത അല്ലെങ്കിൽ അന്ധമായ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഈ കൂടോത്രത്തെ ചിലരെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടാകാം. ആ ആശ്രയമാണ് അല്ലെങ്കിൽ ഈ KPCC അധ്യക്ഷരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ബിപിൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഏതായാലും ഇത് സുധാകരനെ പ്രയാസപ്പെടുത്താനാണ്. സാധാരണ ഈ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കൂടോത്രം ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ആളുകളെ വശീകരിച്ച് താൻ ആഗ്രഹിക്കുന്ന തരത്തിൽ നടത്താൻ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടമുണ്ടാകാൻ. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾക്കാണല്ലോ പ്രധാനമായും കൂടോത്രം ചെയ്യുന്നു എന്ന് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ പക്ഷേ ഇവർ വിശ്വസിക്കുന്നത് ഇത് അപായപ്പെടുത്താൻ, അപകടപ്പെടുത്താൻ, അസുഖങ്ങൾ ഉണ്ടാക്കാൻ, നെഗറ്റീവായ കാര്യങ്ങൾ ഉണ്ടാകാൻ ഒക്കെ ചെയ്തു എന്നതാണ്. ഇപ്പോൾ ഈ വിഷയം ഡാൻ ആദ്യം പുറത്തുവിട്ട ഘട്ടത്തിൽ തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞത് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്ക് രൂക്ഷമാകുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത്തരം കൂടോത്രങ്ങൾ എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ മറ്റ് രാഷ്ട്രീയ ചേരിയിലുള്ളവരൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒരു ഗ്രൂപ്പ് വഴക്ക് മൂർച്ഛിക്കുന്നതിൻ്റെയൊക്കെ രീതിയായി, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സൂചനയായി കൂടി ഈ കൂടോത്രത്തെ വായിച്ചെടുക്കണോ? ഒരാൾക്ക് മറ്റൊരാളോട് വിരോധം തോന്നുന്നതിന് ഗ്രൂപ്പ് വഴക്ക് തന്നെ ആകണം കാരണമെന്നൊന്നുമില്ല. അതിലേത് കാരണവും അതിൻ്റെ കാര്യമായി വരാം. സ്വാഭാവികമായി അങ്ങനെ തോന്നിയ ഒരു കാരണമാണ് ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക്, ഹീനമായ ഒരു പ്രവൃത്തിയിലേക്ക് അവരെ നയിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന് പിന്നിലെ ഛേദവികാരം എന്താണ് എന്നത് വരും നാളുകളിൽ ഒരുപക്ഷെ മറനീക്കി പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ സുധാകരന് ഈ കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും അദ്ദേഹം പരസ്യ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അത് ഈ കൂടോത്രം വെച്ചയാൾ അതിൽ അന്ധമായി വിശ്വസിച്ചിരുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഹീനമായൊരു പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിനെതിരെ ഇങ്ങനൊരു നീക്കം ഉണ്ടായതെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. യെസ്, ഡാൻ ഏതായാലും വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഡാൻ പുറത്തുവിട്ടത്. കേരളം ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യുകയാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർ ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ഒക്കെ പോകുന്നു എന്നത് ഒട്ടും അശാസ്യമായ ഒരു കാര്യമല്ല. മാത്രവുമല്ല, ശാസ്ത്രം അനുദിനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം കഴിഞ്ഞ കാല അവശിഷ്ടങ്ങൾ എന്ന് തന്നെ പറയാം, അത്തരം അനാചാരങ്ങളുടെയൊക്കെ കഴിഞ്ഞ കാലങ്ങൾ തന്നെ പുറത്താക്കിയ, നമ്മളെ ഈ 21-ാം നൂറ്റാണ്ടെടുത്ത് പുറത്തിട്ട ഇത്തരം സങ്കല്പങ്ങൾ ഒക്കെ ഇപ്പോഴും ആളുകൾ, രാഷ്ട്രീയക്കാർ, നമ്മെ നയിക്കേണ്ടവർ വെച്ചു പുലർത്തുന്നു എന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഇനി മറ്റൊരു സുപ്രധാന വാർത്തയിലേക്ക് പോകാം. മലപ്പുറം എടപ്പാളിൽ
CITU തൊഴിലാളികളെ ഭയന്ന് ഓടിയ മറ്റൊരു തൊഴിലാളിക്ക് പരിക്കേറ്റ സംഭവത്തിൽ CITU അവരെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MB ഫൈസലാണ് ഇങ്ങനെ ന്യായീകരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ലോഡ് ഇറക്കിയ വിവരം അന്വേഷിക്കാനാണ് തൊഴിലാളികൾ പോയത്. ഭയന്നോടി അപകടത്തിൽപ്പെട്ട യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത് ഇവർ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. തൊഴിലാളികൾ എത്തിയത് അർഹതപ്പെട്ട തൊഴിൽ നഷ്ടമായോ എന്ന് അന്വേഷിക്കാനാണ് എന്നും വാക്കേറ്റമോ സംഘർഷമോ അടിപിടിയോ ഉണ്ടായിട്ടില്ല എന്നും MB ഫൈസൽ പറയും. അപ്പൊ രാത്രിയിൽ ഈ പ്രദേശത്ത് ഈ വർക്ക് സൈറ്റിൽ ലോഡ് വരികയാണ്. വന്ന വിവരം അറിയുമ്പോൾ തൊഴിലാളികൾ സ്വാഭാവികമായിട്ടും അവർക്ക് അർഹതപ്പെട്ട തൊഴിലാണ്. ആ തൊഴിൽ നഷ്ടപ്പെടാൻ ഒരു തൊഴിലാളിയും ആഗ്രഹിക്കില്ല, യൂണിയനും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ തൊഴിൽ സംരക്ഷിക്കണം എന്ന നിലപാട് തന്നെയാണ് നമുക്കുള്ളത്. തൊഴിലെടുക്കുന്നതിന് നിശ്ചയിക്കപ്പെട്ട കൂലിയും വാങ്ങണം. തൊഴിലെടുക്കുന്നതിന് എടുക്കാത്ത തൊഴിലും കൂലി വാങ്ങിക്കാനും പാടില്ല. അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും സൈറ്റിൽ ഇതുപോലെ നമ്മൾ അറിയാതെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇറക്കി മേലാൽ അത്തരം ഇറക്കുകൾ ഇനി മേലിൽ ഉണ്ടാവരുത്. ഇങ്ങനെ ഇത് വരുമ്പോ ഞങ്ങളടുത്ത് പറയണം. ഞങ്ങൾക്ക് നിയമപരമായി ഞങ്ങളാണ് ഇറക്കാൻ ചുമതലപ്പെട്ട ആളുകൾ. നിങ്ങൾ ഇറക്കുന്നത് നിയമവിരുദ്ധമാണ്. ഒരു നിയമത്തിന്റെ പുറത്ത് പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോൾ പറയുന്നത് പോലെ തീർത്തും അസംഘടിതരല്ലല്ലോ ചുമതൊഴിലാളികൾ. വളരെ നിയമപരമായി ചട്ടപ്രകാരം പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർക്ക് നിയമപരിരക്ഷയുണ്ട്. നിശ്ചയിക്കപ്പെട്ട ജില്ലാ ലേബർ ഓഫീസർ ഉൾപ്പെടെ കളക്ടർ ഉൾപ്പെടെ നിശ്ചയിച്ച വേതനം വാങ്ങുന്നവരുമാണ്. അപ്പൊ ആ നിലയിലുള്ള അപ്പൊ അവിടുത്തെ തൊഴില് നഷ്ടപ്പെടുന്ന ഘട്ടം വന്നപ്പോൾ ഇവര് സംസാരിക്കാൻ വേണ്ടി വരികയാണ്. വരുന്ന സമയത്ത് അവിടെ ഇത് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അത് സംസാരിക്കാൻ പറ്റും. ആര് നിങ്ങളെന്താ ഇറക്കാൻ കാരണം എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പോഴേക്ക് ബിൽഡിംഗ് ഓണറും കരാറുകാരനും വിളിച്ചു, നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. നമ്മളിപ്പോ മുമ്പ് ഇറക്കിയവരാണ്, ശേഷം ഇറക്കുന്നു. ഇന്ന് രാവിലെയും അതിനുശേഷം ഇറക്കിയിട്ടുണ്ട്. ഈ സംസാരത്തിന്റെ ഭാഗമായി ബിൽഡിംഗ് ഓണറും അതുപോലെ തന്നെ കരാറുകാരനും വിളിച്ചു പറയുന്ന അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ പിരിഞ്ഞു പോരാണ്. നാളെ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ എന്നുള്ളത്. ആ പിരിഞ്ഞു പോരുന്ന സമയത്താണ് ഇങ്ങനൊരു തൊഴിലാളി വീണിട്ടുണ്ട് കാണുന്നില്ല എന്നുള്ള പറഞ്ഞപ്പോ ഇവര് കൂടിയാണ് തെരയുന്നത് ഇയാളെ. ഈ തൊഴിലാളികൾ ഉൾപ്പെടെയാണ് തെരയുന്നത്. അപ്പൊ ആള് ബിൽഡിങ്ങിന്റെ ഒരു സൈഡിൽ വീണ് കിടക്കുന്നുണ്ട്. അവർ ഈ തൊഴിലാളികൾ ഉൾപ്പെടെയാണ് ഹോസ്പിറ്റലിലേക്ക് ആദ്യം കൊണ്ടുപോകുന്നത്. അവിടുന്ന് പോരാ എന്ന് ഘട്ടം വന്നപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിന് ആവശ്യമായിട്ട് ലീഡർഷിപ്പ് ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. ഇതിനകത്തൊരു സംഘർഷമില്ല. ഒരു വാക്കേറ്റോ ബഹളോ ഒരു വാഗാതോ അടിപിടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളുടെ തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ ചോദ്യം ചെയ്യും. അതെന്താ വെച്ചാൽ നമ്മളാണ് നിയമപരമായി തൊഴിലെടുക്കാൻ ചുമതലപ്പെട്ട ആളുകൾ എന്നുള്ള നിലക്കാണ്. ആ ഒരു മാത്രമല്ല, എടപ്പാളിന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ സൗഹാർദ്ദപരവും സമാധാനപരവുമായ ഒരു തൊഴിലന്തരീക്ഷണ സ്ഥലമാണ്. ഇപ്പൊ നെസ്റ്റോയിൽ ഉൾപ്പെടെ കൊടുത്ത CITU തൊഴിലാളികളാണ് കയറ്റിറക്കണത്. വേറെ എവിടെയില്ല. വളരെ അമിക്കബിളായി ഇരുന്ന് സംസാരിക്കുന്ന സമയം ഇവിടുത്തെ തൊഴിലാളികളും നെസ്റ്റോ ഇവിടെ CITU മാത്രമേ ഉള്ളൂ. യെസ്, എന്നോടൊപ്പം CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇവിടെ ഈ തൊഴിലാളി നേതാവ് പറയുന്നത്ര സാധാരണഗതിയിൽ നടന്ന ഒരു സംഭവമായി വേണമോ ഇതിനെ കാണാൻ? അതോ ഈ CITU നേതാക്കളും തൊഴിലാളികളൊക്കെ ഇത്തരത്തിൽ ചുമട് ഇറക്കുന്നവരെ ആക്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഭയന്നാണോ ഈ തൊഴിലാളി ഓടിയത്? അതോ ഈ ഫൈസൽ പറയുന്നത് പോലെ ഒരു സാധാരണ സംഭവം, അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ഒരു തൊഴിലാളി ഓടിപ്പോയി, അദ്ദേഹത്തെ പക്ഷേ എല്ലാവരും തന്നെ കണ്ടെടുക്കുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, അങ്ങനെ വളരെ നല്ല രീതിയിൽ അവർ പിരിയുന്നു, അങ്ങനെയാണോ സംഭവം? മനു, ഫൈസൽ CITUവിൻ്റെ ഭാഗം വളരെ വ്യക്തമായും വിശദമായിട്ടും തന്നെ പറയുന്നുണ്ട്. CITUവിൻ്റെ അഭിപ്രായത്തിൽ അവിടെ നടന്ന കാര്യങ്ങളും എല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ മറുവശത്ത് ഈ പരിക്കേറ്റ യുവാവ് ഫായിസ്, അദ്ദേഹം ചികിത്സയിലാണ്, തൃശ്ശൂരിലാണുള്ളത്. അദ്ദേഹം പോലീസിന് നൽകിയ മൊഴിയാണ് നമുക്ക് മറുവശത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. ആ മൊഴി പ്രകാരം തനിക്ക് മർദ്ദനമേറ്റിട്ടുണ്ടെന്നും ട്യൂബ് ലൈറ്റ് ഉപയോഗിച്ചും കൈകൊണ്ടും വടികൊണ്ടുമൊക്കെ തന്നെ അടിച്ചിട്ടുണ്ടെന്നും അസഭ്യം പറഞ്ഞിട്ടുണ്ടെന്നും മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും ഒക്കെ അയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഈ ഒരു സംഘർഷത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് കെട്ടിടത്തിൻ്റെ മുകളിൽ താഴേക്ക് വീണത് എന്നാണ് പോലീസിന് അയാൾ നൽകിയ മൊഴി. ഇത് അയാൾ നൽകിയ മൊഴി എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ ഈ സംഭവത്തിൽ മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പക്ഷേ ഏതായാലും ഈ തൊഴിലാളിക്ക്
പരിക്കുണ്ട് അല്ലേ, ഗുരുതരമായ പരിക്കുണ്ട്. ഞാൻ ദൃശ്യങ്ങൾ കാണുമ്പോൾ കാലിലൊക്കെ പ്ലാസ്റ്റർ കാണുന്നുണ്ട്. അപ്പോൾ അടി കൊണ്ട് അവിടെയൊക്കെ വ്രണമുണ്ടായിട്ടുണ്ടാകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷതമുണ്ടായിട്ടുണ്ടാകണം. അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായും ഇങ്ങനെ ചികിത്സിക്കേണ്ടി വരുന്നത്. പരിക്കേറ്റത് മൂന്നാമത്തെ നിലയിൽ നിന്നാണ് ഇയാൾ താഴേക്ക് ചാടിയിട്ടുള്ളത്. ആ ചാടിയതിൻ്റെ ആഘാതത്തിലാണ് രണ്ട് കാലിനും പരിക്കേറ്റത്. ഒരു കാലിന് മടമ്പിലും മറ്റു കാലിൻ്റെ അസ്ഥിക്കും, രണ്ട് കാലിനും പൊട്ടലുണ്ട്. അപ്പോൾ അത് സത്യത്തിൽ വലിയ ഒരു അപകടമാണ് ഒഴിവായത്. കാരണം ആ ചാട്ടം അല്പം ഒന്ന് പിഴച്ചിരുന്നെങ്കിൽ, നേരെ താഴേക്കാണ് വീഴുന്നെങ്കിൽ ഇപ്പോൾ പരിക്കേൽക്കുന്ന സാഹചര്യമായിരിക്കില്ല. ഈ സ്ഥിതിഗതികൾ ഇനിയും ഏറെ ഗുരുതരമാകുമായേനെ. പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇക്കാര്യത്തെ ചൊല്ലി തർക്കമുണ്ടായിട്ടുണ്ട്. ഈ ഒരു CITU തൊഴിലാളികളും ആ കെട്ടിടത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട്. കാരണം ഈ ലോഡ് എത്തിയ സമയത്ത് CITU തൊഴിലാളികൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ തന്നെ ഇത് ഇറക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് മറ്റ് CITU തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമായി. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇത്തരത്തിൽ ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഈ ഒരു മേഖലയിലുള്ള പ്രതികരിക്കുക എന്ന് മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താൻ കഴിയും. പക്ഷേ നമുക്ക് ആധികാരികമായിട്ടത് പറയാൻ കഴിയില്ല. കാരണം അതിന് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ നമ്മുടെ കൈവശമില്ല. അതുമാത്രമല്ല, ഈ അടി കൊണ്ടവർ അല്ലെങ്കിൽ അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ ഇക്കാര്യം ക്യാമറയ്ക്ക് മുമ്പിൽ പറയാനും തയ്യാറായിട്ടില്ല. നമുക്കിതിൽ ആധികാരികമായിട്ട് എടുത്തു പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, പരിക്കേറ്റ ആൾ പോലീസിന് നൽകിയ മൊഴിയാണ്. FIR-ൽ അയാൾ നൽകിയ മൊഴി മാത്രമാണ് ഇതിൽ ആധികാരികമായിട്ട് ഈ സംഭവം നടന്നു എന്നതിന്റെ ആക്ഷേപമായിട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷെ ഇങ്ങനെ ഒരു തർക്കം നടക്കുന്നു സാഹചര്യത്തിൽ ഒരു മൂന്നാം നിലയിൽ നിന്ന് അവിടെ തൊഴിലെടുത്തൊരു തൊഴിലാളി സ്വമേധയാ പോയി എടുത്തു ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. അദ്ദേഹം എന്തെങ്കിലും കാരണം കൊണ്ട് ഭയപ്പെട്ടിരിക്കണം. ചിലപ്പോൾ മർദ്ദനമേറ്റത് കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കാം, അല്ലെങ്കിൽ സ്വാഭാവികമായും മർദ്ദിക്കുമോ എന്ന ഭയം കൊണ്ടായിരിക്കാം. എന്തായാലും അവിടെ ഒരു ഭയം എന്നൊരു എലിമെൻ്റ് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കാം സ്വാഭാവികമായും ഇങ്ങനെ ഒരു കെട്ടിടത്തിൽ നിന്ന് മറ്റു മാർഗങ്ങളില്ലാതെ എടുത്തു ചാടിയതുമാകാം. അല്ലാതെ ഒരു രാത്രി ഒരു മൂന്നാം നിലയിൽ, കെട്ടിടത്തിൻ്റെ മൂന്നാം നിലയിൽ കയറി ഒരു തൊഴിലാളി പെട്ടെന്ന് എടുത്തു ചാടി എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും അവിശ്വസനീയമായി തന്നെ തോന്നുകയാണ് അല്ലേ? തീർച്ചയായും നമുക്കത് വിലയിരുത്താൻ കഴിയുന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ ബുദ്ധിക്ക് വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ് മനു വളരെ വിശദമായിട്ട്, വളരെ സിമ്പിളായിട്ട്, വ്യക്തമായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം അസ്വാഭാവികമായിട്ടൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അയാൾ ജീവനും കയ്യിൽ പിടിച്ചത് അവിടുന്ന് ഓടിയതും ആ ഓട്ടത്തിനിടെ അപകടം സംഭവിച്ചതും. അയാളുടെ മൊഴിയിൽ തന്നെ മർദ്ദനമേറ്റതായിട്ടുള്ള വിവരങ്ങളുമുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് ഈ എല്ലാ നല്ല തൊഴിലാളികൾക്കും മോശം പേരുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറുന്ന ഒരുപാട് തൊഴിലാളികൾ ഇവർക്കിടയിലൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഒരുപക്ഷെ അത്തരത്തിൽ ആരെങ്കിലും തൊഴിലാളികൾ ഇയാൾക്കെതിരെ വലിയ തോതിൽ കയ്യേറ്റമുണ്ടാക്കുകയോ മോശമായി സംസാരിക്കുകയും കയ്യേറ്റം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അല്ലാതെ വഴിയില്ല. കാരണം മറ്റൊരു കാര്യം അനുമോദ്, ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായും ഒരു നിർമ്മാണം നടക്കുന്നൊരു സ്ഥലമാണ്. അവിടെ സാധാരണഗതിയിൽ ഇപ്പോൾ CITU ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവർ ഈ ലോഡ് വരുന്നതിനനുസരിച്ച് അവരെ അറിയിക്കുകയും അവരുടെ ഫോൺ നമ്പറും ഒക്കെ ഉണ്ടാവും. അവരെ വിളിക്കും, അങ്ങനെ ലോഡ് ഇറക്കുന്നു. അവർ അതിനുള്ള കൂലിയും നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടാകും. സ്ഥിരം ജോലിയാകുമ്പോൾ സ്വാഭാവികമായും കൂലിയിലെ തർക്കങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ പരിഹരിച്ച് കാണും. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ കാരണം എന്താണ്? ഈ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഈ CITU തൊഴിലാളികളെ ഒഴിവാക്കിക്കൊണ്ട്, ചുമട്ട് തൊഴിലാളികളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് തൊഴിലാളിയെ ഇതിന് ഉപയോഗപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വന്നത് എന്തുകൊണ്ടാണ്? ഈ ലോഡ് വന്ന സമയത്ത് ഈ കെട്ടിടത്തിൻ്റെ ഉടമയോ കരാറുകാരനോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ സംഭവമെല്ലാം ഉണ്ടായതിന് ശേഷമാണ് ഇവരെത്തുന്നതും ഈ ഒരു തർക്കമുണ്ടായപ്പോൾ തന്നെ അവർ ഓടി വന്ന് ഇടപെടുകയും ഇത് രമ്യമായി പരിഹരിക്കാൻ ശ്രമം നടത്തി എന്നുമാണ് പറയുന്നത്. ലോഡ് വന്ന സമയത്ത് കെട്ടിടത്തിലുണ്ടായിരുന്ന തൊഴിലാളികൾ അവർ തന്നെ ഇതിൽ ഇറക്കാൻ മുൻകൈ എടുക്കുകയായിരുന്നു. ഒരുപക്ഷെ ഈ കരാറുകാരനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു ആളുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്നും പറയുന്നുണ്ട്. അതിന് പുറമെ തന്നെ ഈ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ആ ഒരു മേഖലയിൽ തൊഴിലാളികളും ഈ കെട്ടിടം നിർമ്മിക്കുന്നവരുമായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ അവ്യക്തതയുണ്ട്. കാരണം ഈ ഒരു ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ ആരും തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു വിഷയത്തിൻ്റെ മുകളിൽ ഇനിയും പരാതികളും ആക്ഷേപങ്ങളുമായി മുന്നോട്ട് പോയാൽ കെട്ടിടത്തിൻ്റെ പകുതിയായിട്ടേ ഉള്ളൂ, ഇനിയും തീർക്കാനുണ്ട്. അപ്പോൾ തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ ഇത് രമ്യമായി പരിഹരിക്കാനായിരിക്കും ഒരുപക്ഷെ കെട്ടിടം നിർമ്മിക്കുന്നവരുടെയും കരാറുകാരുടെയും ഉദ്ദേശം, ശ്രമം, ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ പരാതികൾക്ക് മുന്നിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. ഏതായാലും ഈ CITU തൊഴിലാളികൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിട ഉടമയോ അല്ലെങ്കിൽ കരാറുകാരനോ വന്നിട്ടില്ല. അവർ തൽക്കാലം മാറി നിൽക്കുന്നു എന്നതാണ്. അതായത് കെട്ടിട ഉടമ പറയുകയാണ് CITUക്കാർ പറയുന്നത് തന്നെയാണ് ശരി, അവിടെ തർക്കമൊന്നും ഉണ്ടായില്ല, അങ്ങനെ പറഞ്ഞ് വരാൻ അദ്ദേഹവും തയ്യാറായിട്ടില്ല അല്ലേ?
അല്ല, കെട്ടിട ഉടമയുടെ ഒരു സംഭാഷണം നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഇവർ മർദ്ദിച്ചു എന്ന് തൊഴിലാളികൾ പറയുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭാഷണത്തിലുള്ളത്. മർദ്ദിച്ചതായി അദ്ദേഹം കണ്ടതായിട്ട് പറയുന്നില്ല, മർദ്ദിച്ചു എന്ന് അദ്ദേഹം ആരോപിക്കുന്നുമില്ല. തൊഴിലാളികൾ ഈ CITU തൊഴിലാളികൾ തങ്ങളെ ഇങ്ങനെ മർദ്ദിച്ചു എന്ന് പറയുന്നു എന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ആ മാധ്യമങ്ങൾക്ക് നൽകിയ ആ ഒരു സംഭാഷണത്തിൽ പറയുന്നത്. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് ഈ ഒരു CITUവിനെ, പ്രത്യേകിച്ച് എടപ്പാൾ പോലെയൊരു സ്ഥലത്ത് CITU മാത്രമാണ് തൊഴിലാളി യൂണിയനായിട്ടുള്ളത്. അവരെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഇത് സെറ്റിൽ ചെയ്തു പോവുക, രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നൊരു നയം തന്നെയാകും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയവർ, മുതൽ മുടക്കിയവർ ശ്രമിക്കുക. കാരണം ഒരു ചെറിയ സംഭവമായിട്ടാണ് അവരെ സംബന്ധിച്ച് ഇതുണ്ടാവുക. കാരണം ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ നടത്താൻ പോകുന്ന നിർമ്മാണങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ട ആ ഒരു അമിക്കബിൾ സൊല്യൂഷൻ ആയിരിക്കും അവർ സ്വീകരിക്കുക. എന്ത് തന്നെയാണെങ്കിലും പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമായിട്ട് അടി കിട്ടിയതായിട്ടും, ട്യൂബിലേറ്റ് വെച്ച് മർദ്ദിച്ചതായിട്ടും, അസഭ്യം പറഞ്ഞതായിട്ടും, കൈകൊണ്ട് മർദ്ദിച്ചതായിട്ടും ഒക്കെ ഫായിസിൻ്റെ മൊഴിയുണ്ട്. ഒരുപക്ഷെ പരിക്കേറ്റ് കിടക്കുന്ന ആൾ നുണ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ പോലീസിനെ നമ്മൾ ഇക്കാര്യം അന്വേഷിച്ച് സംസാരിച്ചിരുന്നു. കണ്ടാലറിയുന്ന 10ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അന്വേഷണം കൂടുതൽ നടത്തിയതിന് ശേഷമേ ഇതിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പറയാൻ കഴിയൂ എന്നാണ് പോലീസ് ഇക്കാര്യത്തിൽ വിശദമാക്കിയിരിക്കുന്നത്. യെസ്, വളരെ വ്യക്തമാണ് അനുമോദ്, വളരെ നന്ദി. ഏതായാലും ഒരു തൊഴിലാളി മറ്റ് തൊഴിലാളികളെ കണ്ട് ജീവനം കൊണ്ട് ഓടുന്ന ഒരു സാഹചര്യം കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു രംഗമല്ല. മാത്രവുമല്ല, ഇത്തരം തൊഴിൽ തർക്കങ്ങൾ കയ്യേറ്റങ്ങളിലേക്ക് പോകാതെ ശ്രദ്ധിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം CITUവിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയ്ക്കുണ്ട് എന്ന് കേരളം പലവട്ടം അവരെ ഓർമ്മപ്പെടുത്തിച്ചിട്ടുള്ളതാണ്. വീണ്ടും സമാനമായ ഒരു സാഹചര്യം ആണ് അവർക്ക് മുന്നിൽ ഉള്ളത്. ഏതായാലും സ്പോട്ട് ലൈവ് ഒരു ചെറിയ ഇടവേളയിലേക്ക് നീങ്ങുന്നു. പെട്ടെന്ന് മടങ്ങേണ്ട. അങ്ങനെ ഒരു നെഗറ്റീവ് സ്പോട്ട് ലൈവ് തുടരുന്നു. മാന്നാർ കൊലപാതക കേസിൽ മുഖ്യപ്രതി അനിൽകുമാറിൻ്റെ സുഹൃത്ത് നാസറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. നാസറുമായി അനിൽകുമാർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് CDR രേഖകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെയും അനിൽകുമാർ ഇയാളെ വിളിച്ച് സംസാരിച്ചിരുന്നു. പോലീസ് ചോദ്യം ചെയ്യുന്നതിന് ഇടയിലായിരുന്നു അനിൽകുമാർ വിളിച്ചത്. അതേസമയം പ്രതികളെ സംബന്ധിച്ച് ഒക്കെ പോലീസ് കൂടുതൽ വിവരങ്ങൾ ആരായുന്നുണ്ട്. പ്രതികളുടെ തെളിവെടുപ്പ് നീളുകയാണ്. ഇതിനിടെ അനിൽകുമാറിന് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി എന്നും വ്യക്തമാകുന്നു. ശരണ്യ സ്നേഹജൻ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ശരണ്യ, പോലീസിനെ ഒരുപക്ഷെ ഏറ്റവും അധികം കുഴക്കിയ സമീപകാല കേസുകളിൽ ഒന്നാണ് ഇത് എന്ന് വ്യക്തമാണ്. ഇപ്പോൾ എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ഈ കേസ് സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട്? അതോ അവർ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്? മനു പറഞ്ഞതുപോലെ തന്നെ 15 വർഷത്തിന് ശേഷം പുറത്തു വന്നൊരു സത്യം, അത്തരത്തിലൊരു കേസ് ആയതുകൊണ്ട് തന്നെ ഇത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നിറഞ്ഞൊരു കേസാണ്. കാരണം 15 വർഷങ്ങൾക്ക് ശേഷം ഈ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം കൂടിയാണ്. എന്തായാലും അതിനകത്ത് അന്വേഷണ സംഘം പരമാവധി തെളിവുകൾ കണ്ടെത്തി പോവുക എന്നുള്ളതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ മുഖ്യപ്രതി സ്ഥലത്ത് ഇല്ല എന്നുള്ളതാണ്. അനിൽകുമാർ ഈ കലയുടെ, അതായത് കൊല്ലപ്പെട്ട കലയുടെ ഭർത്താവും കേസിലെ 1ാം പ്രതിയുമായ അനിൽകുമാർ ഇപ്പോഴും ഇസ്രായേലിലാണ്. അയാളെ തിരികെ നാട്ടിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ച്, അതായത് ഈ കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് അനിൽ പറയുകയും മൃതദേഹം കാറിൽ കാണുകയും ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഇത് എവിടെ വെച്ച് നടന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഒന്നും ഈ അനിൽ പറഞ്ഞുള്ള അറിവ് മാത്രമാണ് തങ്ങൾക്ക് ഉള്ളത് എന്നുള്ളതാണ് മറ്റ് പ്രതികൾ പറയുന്നത്. മൃതദേഹം കണ്ടിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സെപ്റ്റി ടാങ്കിൽ തള്ളി എന്നുള്ളതുമുണ്ട്. പക്ഷേ സെപ്റ്റി ടാങ്കിൽ തള്ളിയ ഒരു മൃതദേഹം അത് 15 വർഷത്തിന് ശേഷം എത്രമാത്രം അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനാകും എന്നുള്ളതാണ് ഏറ്റവും ദുഷ്കരമായ കാര്യം. എന്തായാലും പോലീസ് ഇവിടെ നിന്ന് കണ്ടെത്തിയ, സെപ്റ്റി ടാങ്കിൽ നിന്ന് കണ്ടെത്തിയ ചില മൃതദേഹാവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന, എല്ലിന്റെ ഭാഗങ്ങളെന്ന് സംശയിക്കുന്ന ചില കാര്യങ്ങളും ഒപ്പം തന്നെ
ഒരു ലോക്കറ്റും ക്ലിപ്പും ഒരു അടിവസ്ത്രത്തിൻ്റെതെന്ന് തോന്നിക്കുന്ന കുറച്ച് വസ്ത്രത്തിന്റെ ഭാഗങ്ങളും ഒക്കെ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇനി ആ ഫോറൻസിക് പരിശോധനാ ഫലം എത്രമാത്രം ഇവർക്ക് അന്വേഷണ സംഘത്തിന് ഗുണകരമാകുമെന്നുള്ളത്, എന്തായാലും വേഗത്തിൽ പരിശോധനാ ഫലം ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ പോലീസ് മേധാവി ഈ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രതികളായിട്ടുള്ള പ്രമോദ്, ജിനു, ഒപ്പം തന്നെ സോമരാജ് എന്ന് പറയുന്നത് അൽകുമാറിന്റെ സഹോദരിയുടെ ഭർത്താവാണ്. ഇവർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തത് 164 രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ആ മൊഴി ഇവരുടെ രേഖപ്പെടുത്താൻ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ അത് കുറച്ചുകൂടെ കേസിന് സഹായിക്കുമെന്നുള്ളതാണ്. കാരണം അതെ, സ്വാഭാവികമായും ശരണ, ഇത്തരം ശാസ്ത്രീയ തെളിവുകളുടെ അഭാവം ഉള്ള സുപ്രധാന കേസുകളിൽ ഇൻവെസ്റ്റിഗേഷൻ സംഘം പ്രധാനമായി ആശ്രയിക്കുന്നത് ഇത്തരം 164 സ്റ്റേറ്റ്മെൻറ്റ് തുറന്നു പറച്ചൽ, ആരെങ്കിലും ഇത്തരം പ്രതികളിൽ ആരെങ്കിലും തന്നെ കുറ്റസമ്മതം നടത്തുക, അല്ലെങ്കിൽ അവർ മാപ്പുസാക്ഷികളാകാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് കേസിന് കുറേ കൂടി ഇത്തരം ശാസ്ത്രീയ തെളിവുകളില്ലാത്ത കേസിന് കുറേ കൂടി ബലം നൽകും എന്നത് വ്യക്തമാണ്. ഇവരുടെ 3 പേരും ബന്ധുക്കളായിരുന്നു, സോമരാജിൻ്റെയും അതുപോലെ പ്രമോദും ജിതുവൊക്കെ. പക്ഷേ ഈ നാസറിന് ഇതിൽ എന്ത് ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്? അദ്ദേഹം ഇവരുമായി ഏത് തരത്തിൽ അടുത്തിരുന്നു? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? മനു, ബന്ധുക്കളിൽ നിന്ന് തേടാവുന്ന പരമാവധി വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതികളുടെ എല്ലാം ഭാര്യമാരുടെ അടക്കം പോലീസ് ചോദ്യം ചെയ്യുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഈ കൊലപാതകം നടന്നതുമായി ബന്ധപ്പെട്ട ഒരു മാരുതി കാറിലാണ് ഈ ബോഡി കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് എല്ലാവരും നൽകിയിട്ടുള്ള മൊഴി. അപ്പൊ ഈ കാർ വാടകയ്ക്ക് എടുത്തതാണ് എന്നുള്ള വിവരം ആദ്യം ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സുഹൃത്തുക്കളിൽ ഒരാളുടേതാണ് എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മരണ കാലഘട്ടം, അതായത് 2009 ഡിസംബർ ആദ്യ ആഴ്ചയാണ് ഈ കൊല്ലപ്പെട്ടതെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. ആ മരണ സമയത്ത് ആ കാലഘട്ടത്തിൽ ഉൾപ്പെടെ അനിൽകുമാറുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ആളുകളുടെ ഒക്കെ CDR രേഖകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ കോൾ ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, അനിൽകുമാറിന്റെ കോൾ ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരുന്നതിനിടയിലാണ് ഈ നാസറിന്റെ കോണ്ടാക്ട് പോലീസിന് കിട്ടുന്നത്. ഇതിൽ തന്നെ ഈ നാസറുമായി ആ കാലഘട്ടം മുതൽ ഇപ്പോൾ വരെയും തുടർച്ചയായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്, അനിൽകുമാർ ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളത് പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഡ്രൈവിംഗ് മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളാണെന്ന് പറയുന്നുണ്ട്. മാന്നാറിനടുത്ത് തന്നെയാണ് നാസർ താമസിക്കുന്നത്. ഇപ്പോൾ 2 മാസമായി നെടുങ്കണ്ടത്താണ് ഉള്ളത്. എന്തായാലും ഈ നാസറിനെ പോലീസ് ചോദ്യം ചെയ്തതിനിടയിൽ കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷവും അനിൽകുമാർ നാസറിനെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളത് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ പോലീസ് നാസറിനെ കസ്റ്റഡിയിൽ പോലീസ് ചോദ്യം ചെയ്തു. ആ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിനിടയിൽ തന്നെ അനിൽകുമാറിന്റെ കോള് നാസറിന്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട് ഇസ്രായേലിൽ നിന്നും. അപ്പോഴും അനിൽകുമാർ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്ന കേസിനെ സംബന്ധിച്ച വിശദാംശങ്ങളാണ് നാസറിനോട് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ ഇപ്പോഴും ഏറ്റവും അധികം അടുപ്പമുള്ള ആൾ, ഏറ്റവും അധികം രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഈ കേസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും അത് രഹസ്യ സ്വഭാവത്തിൽ കുറ്റവാളിയായ ഒരാൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളടക്കം സംസാരിക്കുന്ന ഒരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ട് എന്നുള്ള സംശയം പോലീസിനുണ്ട്. ഈ കാർ വാടകയ്ക്ക് എടുക്കാൻ സഹായിച്ചതിനകത്ത് നാസറിന് പങ്കുണ്ട് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്ത് വരുന്നത്. ശരണ്യ, ഇതിൽ 3 സുപ്രധാന കാര്യങ്ങളാണുള്ളത്. ഒന്ന്, എന്നാണ് കൊല്ലപ്പെട്ടത് എന്നത് പോലീസിന് കൃത്യമായി ഏറെക്കുറെ പറയേണ്ടി വരും. ഇപ്പോൾ 2009 ഡിസംബർ ആദ്യവാരം എന്നൊരു തീയതിയിലേക്ക് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഏത് ദിവസം എന്നത് പറയേണ്ടി വരും. 2, അത് സംബന്ധിച്ച് എന്തെങ്കിലും ആയുധങ്ങൾ, കൊല ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ എന്തുണ്ട് എന്നത് അതിനെ സംബന്ധിച്ച് ഒരു കൃത്യത പോലീസ് നൽകേണ്ടി വരും. മൂന്നാമത്തേത്, ഈ കൊല ചെയ്തതിന് ശേഷം ഈ ശരീരം എന്ത് ചെയ്തു എന്ന കാര്യവും പോലീസിന് വെളിപ്പെടുത്തേണ്ടി വരും. ഇത് കേസിന് അടിസ്ഥാനമായി വരുന്ന ഒരു കാരണമാണ്. അത് സംബന്ധിച്ച് കൂടുതൽ സൂചനകൾ ഈ സുഹൃത്തിൽ നിന്ന്, നാസറിൽ നിന്ന് ലഭിക്കും എന്ന് പോലീസ് കരുതുന്നുണ്ടോ? ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇനിയും വിവരങ്ങൾ കിട്ടാനുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ വീണ്ടും ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോ ഫോറൻസിക് വിഭാഗത്തിലുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത് 15 വർഷമായി സെപ്റ്റിക് ടാങ്കിൽ കിടന്നത് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ കാര്യം തന്നെയാണ്. അതിനിടയ്ക്ക് 2 തവണ ടാങ്ക് ക്ലീൻ ചെയ്തു എന്നുള്ള വിവരമൊക്കെ ഇവർ പുറത്തുവിടുന്നുണ്ട്. എത്രമാത്രം അതിനകത്ത് വസ്തുതയുണ്ടെന്നൊക്കെ അന്വേഷണ സംഘം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ ശാസ്ത്രീയ തെളിവുകൾ ലഭ്യമാകുക ഈ കേസിന് ഏറ്റവും ഗുണകരം
അപകടകരമായും. മറ്റൊന്ന്, അനിൽകുമാറിനെ എത്തിച്ച് അനിൽകുമാറുമായി ഈ മറ്റ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് മറ്റ് പ്രതികൾക്ക് ഉള്ള കസ്റ്റഡി അപേക്ഷയും കൂടെ വെച്ച് ഇവരെ ഒരുമിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ പോലീസിന് ഈ കാര്യങ്ങൾ നിർണായകമായ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അനിൽകുമാർ അവിടെ നിൽക്കുന്നിടത്തോളം ഇവർക്കത് വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന് എന്നുള്ളതാണ്. എന്തായാലും അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിക്കുകയും കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇന്റർപോളിനെ ബന്ധപ്പെടുന്നതിന് വേണ്ടി CBIക്ക് നൽകാനുള്ള പേപ്പറുകളെല്ലാം തന്നെ ഇവർ കൈമാറിയിട്ടുണ്ട്. നോഡൽ ഓഫീസർ നമുക്കറിയാലോ CBI ആണ്. അതുകൊണ്ട് തന്നെ ഇന്റർപോളുമായി ബന്ധപ്പെടുന്നതിന് CBIക്ക് നൽകേണ്ട പേപ്പറുകളെല്ലാം ഇവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന് എത്രയും പെടുന്ന ഈ ഇന്റർപോളിനെ കൊണ്ട് ഇത്തരത്തിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക, അല്ലെങ്കിൽ ബ്ലൂ കോർണറോ റെഡ് കോർണർ നോട്ടീസുകളൊക്കെ പുറപ്പെടുവിക്കുക എന്നുള്ളത് സ്വാഭാവികമായും അതൊക്കെ നീണ്ട പ്രൊസീജിയർ തന്നെയാണ്. അത് അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും അല്ലാതെ തന്നെ പ്രഷർ ചെലുത്തി അനിൽകുമാറിനെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. അതാണ്. ഏതായാലും ഈ അനിൽകുമാർ വന്നാൽ കേസിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ വ്യക്തമാകും. എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യത പോലീസിന് കൈവരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഏതായാലും വാർത്തയുടെ വിശദാംശങ്ങൾ ശരണ്യാണ് നമ്മളുമായി പങ്കുവച്ചത്. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. കാസർഗോഡ് നിന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത. അത് രണ്ട് സംഭവങ്ങളെ ബന്ധപ്പെടുത്തിയാണ്. ചന്തേരിയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയ 13-കാരിയെ ഡോക്ടർ കയറി പിടിച്ചതായാണ് പരാതി. ഡോക്ടർക്കെതിരെ പോക്സോ പ്രകാരം കേസെടുത്തു. ചിറ്റാരിക്കാലിൽ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 17-കാരി ഗർഭിണിയാണ് എന്ന സ്ഥിരീകരിച്ച സംഭവമാണ് മറ്റൊന്ന്. ഈ സംഭവത്തിൽ സമപ്രായക്കാരനെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം KV ബൈജു ചേരും. ബൈജു, ഈ ഇത്രയും ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടും പോക്സോ കേസുകളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നു എന്നത് ആളുകളെ ആശങ്കാഭരിതരാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും രണ്ട് ഞെട്ടിക്കുന്ന വാർത്തകൾ അവിടെ നിന്ന് വന്നിരിക്കുന്നു. ഈ ചന്തേരിയിൽ പനി ബാധിച്ചാണ് 13-കാരി ചികിത്സയ്ക്കെത്തിയത്. അപ്പോൾ ഈ 13-കാരി ചികിത്സയ്ക്ക് വരുമ്പോൾ ഡോക്ടർ ഒന്ന് ഒരു ചെറിയ കുട്ടിയാണ്, രണ്ട് ആ കുട്ടി പനി ബാധിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരും ആ കുട്ടിയെ അനുഗമിച്ചില്ലേ? ആ കുട്ടിയെ ഡോക്ടർ ഇങ്ങനെ ഒറ്റയ്ക്ക് കാണുന്നൊരു സാഹചര്യം ഉണ്ടാവുകയോ, എങ്ങനെയാണ് അത് കയറി പിടിച്ചു എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഉള്ളൊരു സാഹചര്യം ഉണ്ടായത്? മനു ഭരത്, തീർച്ചയായും പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടിയുടെ കുടുംബാംഗങ്ങളുടെ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. അത് പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ചന്തേര പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ പനി ബാധിച്ച് ഈ സ്വകാര്യ ക്ലിനിക്കിലെത്തിയ ഈ കുട്ടിയെ, അതായത് 13 വയസ്സുകാരിയെ ഇത്തരത്തിൽ ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം വർഷങ്ങളായി ഈ മേഖലകളിൽ ഈ ഡോക്ടർ സേവനം അനുഷ്ഠിക്കുന്ന ആളാണ്. നേരത്തെ സർക്കാർ ജോലിയിലായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി സ്വന്തമായി ക്ലിനിക്ക് നടത്തുന്ന ആളാണ്. ഈ ക്ലിനിക്കിൽ പനി ബാധിച്ച് എത്തിയ ഈ 13 വയസ്സുകാരിയെ പരിശോധനയുടെ പേരിൽ ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്നാണ് ഈ പരാതി. അത് പരാതി നൽകിയിരിക്കുന്നത് ഇവരുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ വിഷയത്തിൽ കേസെടുക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പോലീസിന് ഈ കേസിൽ എന്തെങ്കിലും സംശയമുണ്ടോ ബൈജു? ഈ പെൺകുട്ടിയെ ആക്രമിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അതിന് ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ, കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൽ പെട്ടെന്ന് കേസെടുക്കാത്ത പോലീസിന് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടോ? തീർച്ചയായും അത്തരത്തിലാണ് പോലീസ് സൂചന നൽകുന്നത്. ഈ കേസിൽ ഒരു സംശയമുണ്ടെന്ന് പോലീസ് എന്തായാലും പറയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ പോക്സോ വകുപ്പ് പ്രകാരം ഒരു കേസ് വന്നാൽ അത് രജിസ്റ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. ഈ ഡോക്ടർ ഇപ്പോൾ ഒളിവിലാണ്. എന്തായാലും ഡോക്ടറെ ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ കൂടുതൽ ചോദ്യം ചെയ്ത് ഈ സംഭവത്തിന് മറ്റു കാര്യങ്ങളെ കുറിച്ച് പോലീസിന് വ്യക്തമാകൂ. അതിനിടയിൽ തന്നെ ഈ പരാതി നൽകിയവരെയും വിശദമായി പോലീസ് ഇത്തരത്തിൽ മൊഴിയെടുക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ചിറ്റാരിക്കാൽ മറ്റൊരു സംഭവം മനു ഭരത് സൂചിപ്പിച്ചതുപോലെ തന്നെ 17 വയസ്സുകാരി ഗർഭിണിയായ ഒരു സംഭവം കൂടി പുറത്തു വരുന്നത്. ഈ സംഭവത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ കടുത്ത വയറുവേദനയെ തുടർന്ന് പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഡോക്ടർ ഈ കാര്യം സ്ഥിരീകരിക്കുന്നത്. പിന്നീട് ഇത്തരത്തിൽ ചിറ്റാരിക്കാൽ പോലീസിനെ വിവരമറിയിക്കുകയും തുടർന്ന് ഈ പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് 17 വയസ്സുകാരനായ ഈ കുട്ടിയുടെ അതേ നാട്ടുകാരനായ ഒരാളാണ് ഇത്തരത്തിൽ
പീഡിപ്പിച്ചെന്ന ഒരു വിവരം പുറത്തറിയുന്നതും. എന്തായാലും ഈ പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ സംഭവത്തിലും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ പോക്സോ കേസുകൾ കഴിഞ്ഞ കുറെ നാളുകളായി കാസർഗോഡ് ജില്ലയിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസും പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം ഈ പോക്സോ കേസുകളിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് സംശയം പ്രകടിക്കുന്നുണ്ട്. ഏതായാലും വലിയ അന്വേഷണം, കൃത്യമായ അന്വേഷണം ഇതിൽ നടത്തേണ്ടതുണ്ട്. നേരത്തെ റിപ്പോർട്ട് ചെയ്ത ചന്ദേര കേസിലും സമാനമായ സാഹചര്യമാണ്. ഈ ഡോക്ടറെ കുറിച്ച് ഏതെങ്കിലും നേരത്തെ ഇത്തരത്തിൽ മോശമായി പെരുമാറിയെന്നോ എത്ര തരത്തിലുള്ള പരാതികളോ എന്നും ആർക്കുമില്ല, ആ നാട്ടിൽ തന്നെ ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഇവർ പരിചയക്കാരായിരുന്നോ ബൈജു? ഈ ഡോക്ടറും ഈ കുട്ടിയോ കുട്ടിയുടെ കുടുംബാംഗങ്ങളോ തമ്മിൽ നേരത്തെ അറിയുന്നവരോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പരിചയമുള്ളവരോ മറ്റോ ആയിരുന്നു എന്ന് എന്തെങ്കിലും സൂചന പോലീസ് പറയുന്നുണ്ടോ? അക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ സൂചനകളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. പോലീസ് വ്യക്തമാക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറ്റൂ എന്നാണ് പോലീസ് പറയുന്നത്. പ്രധാനമായും പോക്സോ കേസുകളിൽ വളരെ കൃത്യതയോടുകൂടിയുള്ള അന്വേഷണം ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാം. എന്തായാലും ഇത്തരത്തിൽ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം എന്തായാലും ഏതെങ്കിലും തരത്തിൽ വെച്ചുറപ്പിക്കാൻ കഴിയുന്നതല്ല. കൃത്യമായ നടപടി അത്തരം കേസുകൾക്കുണ്ടാകണം. നിരവധി സംഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകുമ്പോഴും പക്ഷേ ദുരുപയോഗം ചെയ്യുന്ന കേസുകളും വർദ്ധിക്കുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. ഈ കേസിൽ കൃത്യമായ ഇത് അന്വേഷണം നടത്തി ഇതിന്റെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ കേസിലും എന്തായാലും പോലീസ് വ്യക്തമാക്കുന്നതും ആ തരത്തിലാണ്. എന്തായാലും ഇതിൽ ഒരു കേസിൽ വളരെ പ്രായം ചെന്ന് റിട്ടയർ ചെയ്ത ഒരു ഡോക്ടർ, മറ്റൊരു കേസിൽ പ്രായപൂർത്തിയാകാത്ത യുവാവ്, രണ്ടുപേരും ഈ കേസിൽ കുറ്റ സ്ഥാനത്ത് വരികയാണ്. ഇതിൽ ഡോക്ടറുടെ കാര്യം അവിടെ സ്വാഭാവികമായി നടപടിക്രമങ്ങളിലേക്ക് പോകും എന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഈ 17-കാരൻ, അതും പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണല്ലോ. നമ്മൾ അവരെ പ്രതികളെന്നോ കുറ്റവാളികളെന്നോ ഒന്നും പറയാറില്ല. ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന അടിസ്ഥാനത്തിൽ നിയമവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത കുട്ടികൾ എന്ന തരത്തിലൊക്കെയാണല്ലോ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പ്രതികളായി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. അപ്പോൾ സ്വാഭാവികമായും ഈ 17-കാരനെതിരെ ഉള്ള നടപടി എന്താകും എന്നതിനെ സംബന്ധിച്ച് എന്താണ് പോലീസ് പറയുന്നത്? തീർച്ചയായും മനു, ഇത്തരം കേസുകൾ ഇത് ചിറ്റാരിക്കാൽ എന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശമാണ്. കാസർഗോഡ് ജില്ലയുടെ മലയോര പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിൽ നേരത്തെയും സമാനമായ രീതിയിലുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ആശങ്കയുയർത്തുന്നത്. ഈ പ്രദേശങ്ങളിൽ നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരം കേസുകൾ വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ഇതിൽ 17 വയസ്സുകാരൻ ഇതേ നാട്ടുകാരനാണ്. ഈ കുട്ടിയുടെ പെൺകുട്ടിയുടെ അതേ നാട്ടുകാരനാണ്. ഈ 17 വയസ്സുകാരൻ തന്നെയാണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തത ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടിയുടെ വിശദമായ മൊഴി, പരിയാരത്ത് മെഡിക്കൽ കോളേജിലുള്ള പെൺകുട്ടിയുടെ വിശദമായ മൊഴി ചിറ്റാരിക്കാൽ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 17 വയസ്സുകാരനെതിരെയുള്ള നടപടിയും പോലീസ് കർശനമാക്കി കേസെടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തത കൃത്യമായി വന്നിട്ടുണ്ട്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ, അതായത് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതേസമയം തന്നെ കുട്ടികളെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കേസുകൾ കൊടുക്കുന്നതും ഒരു പ്രവണതയും വർദ്ധിക്കുന്നതായും പോലീസ് തന്നെ നമുക്ക് സൂചന നൽകുന്നുണ്ട്. എന്തായാലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. പെട്ടെന്ന് ഒരു നടപടി പോലീസ് എടുക്കുന്ന സാഹചര്യത്തിലാണ് ചിലപ്പോൾ നിരപരാധികൾ പോലും ഇത്തരത്തിൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് കോടതിയിലെത്തിയപ്പോഴായിരിക്കും ഇത്തരത്തിൽ ഇവരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തിയാണ് പോലീസ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കുന്നത്. മനു, യെസ്, ഏതായാലും വ്യക്തമാണ്. 2 തരത്തിലുള്ള കേസുകളാണ് വന്നിരിക്കുന്നത്. ഒന്ന് റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് ചികിത്സ നടത്തുന്ന ഒരു ഡോക്ടർ, മറ്റൊന്ന് ഒരു 17-കാരൻ. അപ്പോൾ സ്വാഭാവികമായും 2 അറ്റത്തു നിന്നുള്ള വയസ്സുള്ള പ്രതികൾ കേസിൽ വരുന്നു എന്നതാണ് ഒരു സുപ്രധാന കാര്യം. മറ്റൊന്ന്, ഈ പോക്സോ കേസുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുന്നു എന്നത് വളരെ ഗൗരവത്തോടു കൂടി സമൂഹം കാണുകയും അതിനുവേണ്ട ഒരു ബോധവൽക്കരണമോ അല്ലെങ്കിൽ അത് തടയാൻ എന്തൊക്കെ നടപടികൾ ചെയ്യാൻ കഴിയുമോ അതിൻ്റെ ആവശ്യകത വർദ്ധിക്കുന്നു എന്ന വിഷയത്തിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല.
ഇനി കോഴിക്കോട് നിന്നുള്ള ഒരു വാർത്ത നോക്കാം. കോഴിക്കോട് തിരുവമ്പാടി KSEB സെഷൻ ഓഫീസിൽ ആക്രമണം നടന്നു. തിരുവമ്പാടി സ്വദേശി അജ്മലും സഹോദരൻ ഫഹദുമാണ് ആക്രമണം നടത്തിയത്. ജീവനക്കാരെ മർദ്ദിക്കുകയും കമ്പ്യൂട്ടറും ഫയലുകളും നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി. കഴിഞ്ഞ വ്യാഴാഴ്ച ബില്ല് അടയ്ക്കാൻ എത്തിയതാണ് ഇരുവരും. ഇവരുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു. പണം അടച്ചതിനെ തുടർന്ന് കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ എത്തിയ ലൈൻമാനെ അജ്മൽ മർദ്ദിച്ചു. ഇത് സംബന്ധിച്ച് പരാതി നൽകിയതിൽ പ്രകോപിതനായാണ് ഓഫീസിൽ എത്തി ആക്രമണം നടത്തിയത് എന്നും ജീവനക്കാർ പറയുന്നു. അജ്മൽ എന്ന വ്യക്തിയുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ നമ്മൾ പൈസ അടയ്ക്കാതിനെ തുടർന്ന് ഡിസ്കണക്ട് ചെയ്തിരുന്നു. ഇന്നലെ മെനഞ്ഞാന്ന് വൈകുന്നേരത്തോടാണ് അയാൾ പൈസ അടച്ചത്. ഇന്നലെ രാവിലെ നമ്മൾ പൈസ അടച്ചതിൻ്റെ പേരിൽ സപ്ലൈ റീകണക്ഷൻ കൊടുക്കാൻ ചെല്ലുകയായിരുന്നു. റീകണക്ഷൻ കൊടുക്കാൻ ചെന്ന പ്രശാന്ത് എന്ന ലൈൻമാനെയും കൂടെ സഹായിയെ പോയ അനന്തുവിനെയും വളരെ മോശമായി അസഭ്യം പറയും, കയ്യേറ്റം ചെയ്യുകയും ഈ അനന്തു എന്ന വ്യക്തിയുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കുകയും മറ്റും ചെയ്തതിനെ തുടർന്ന് അവർ ഉടൻ തന്നെ സെക്ഷൻ ഹെഡായ എന്നെ, അസിസ്റ്റന്റ് എഞ്ചിനീയറായ എന്നെ, പ്രശാന്തായ എന്നെ വിളിച്ച് ഫോൺ വിവരം അറിയിച്ചു. പെട്ടെന്ന് തന്നെ ഒരു ഫോൺ ഓഫീസിൽ വരികയും എനിക്ക് പരാതി എഴുതി തരികയും ചെയ്തു. ആ പരാതിയെ തുടർന്ന് ഞാൻ റിട്ടേൺ ആയിട്ട് തിരുവമ്പാടി പോലീസ് SHOയ്ക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുകയായിരുന്നു. അതേ തുടർന്ന് അവിടെ നമ്മളെ വിളിച്ച് നമ്മുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തി ഇവരെയും വിളിച്ചിരുന്നു. FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരുന്നു. ഇത് ഇന്നത്തെ എന്തോ പത്രങ്ങളിൽ വന്നു എന്ന് പറഞ്ഞിട്ട് രാവിലെ ഓഫീസിൽ വീണ്ടും വരികയും പരാതി നൽകിയത് ആരാണെന്ന് അറിയണമെന്ന് പറഞ്ഞു. ഞാൻ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങളുടെ രാവിലത്തെ ഒഫീഷ്യൽ മീറ്റിംഗ്, സൺറൈസ് മീറ്റിങ്ങിൻ്റെ തീരുന്ന സാഹചര്യമായിരുന്നു. ആ സമയം എൻ്റെ ഹയർ ഓഫീസറായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിലുണ്ടായിരുന്നു. ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഓഫീസ് തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ നമ്മൾ പറഞ്ഞയക്കുകയും പിന്നീട് യാതൊരു പ്രകോപനവും കൂടാതെ പുറത്തുനിന്ന് ഇയാൾ മുന്നേ കരുതി വെച്ചിരുന്ന ഈ അഴുക്ക് വേസ്റ്റ് വെള്ളത്തിൽ പച്ചക്കറികളും മറ്റു പഴകിയ കറികളും എല്ലാം കൂടെ കൊണ്ടുവന്ന് അസിസ്റ്റന്റായി എൻ്റെ തലയിൽ കുഴി ഒഴിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഓഫീസിലെ ജീവനക്കാരെ എല്ലാം ആക്രമിക്കുകയും ഇദ്ദേഹത്തിനേക്കാളും കൂടുതൽ അക്രമകാരി ഇദ്ദേഹത്തിന് കൂടെ ഒരു ചെക്കനുണ്ട്. രണ്ടുപേരും കൂടിയാണ് മുഴുവൻ ആക്രമിക്കുകയും ഓഫീസിലെ സകല ഫയലുകളും നശിപ്പിക്കുകയും ഓഫീസിലെ ഫോണ് എൻ്റെ പോലീസുകാരുടെ മുന്നിൽ വെച്ചാണ് ഈ ഫോൺ പിടിച്ചു വാങ്ങി നശിപ്പിച്ചത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അനീഷേ, ഇത് ഒരു സിനിമ സ്റ്റൈൽ ആക്രമണമാണോ അവിടെ നടന്നത്? എനിക്കെതിരെ പരാതി നൽകിയാൽ എനിക്കൊരു പുല്ലുമില്ല, ഞാൻ വീണ്ടും അടിക്കും എന്ന തരത്തിൽ വന്നാണോ ഈ ആക്രമണം ഒക്കെ നടത്തിയത്? തീർച്ചയായും അങ്ങനെ തന്നെ കരുതാം. കാരണം പണം അടയ്ക്കാൻ മറന്നു പോവുക, കറണ്ട് കണക്ഷൻ വിച്ഛേദിക്കുക, പിന്നീട് പണം അടയ്ക്കുമ്പോൾ തിരിച്ചു വീണ്ടും ആ കണക്ഷൻ തരിക എന്നൊക്കെ സാധാരണ നടപടിക്രമം മാത്രമാണ്. ഇതിലൂടെയൊക്കെ ഞാനും മനുവക്കടക്കം പലരും കടന്നു പോകുന്നുണ്ടാവും. പക്ഷേ ഇത്തരം ഒരു പരാതിയുടെ പേരിൽ ഈ KCB ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ മീറ്റർ റീഡിംഗ് എടുക്കാൻ വരുന്ന ആളുകളെ, കളക്ഷൻ സ്വീകരിക്കുന്ന ആളുകളൊക്കെ അധിക്ഷേപിക്കുക, അവരെ ആക്രമിക്കാൻ ശ്രമിക്കുക എന്നതൊക്കെ തികച്ചും തെറ്റായ നടപടികളാണ്. ഇത്തരം നടപടികൾ ചെയ്യുമ്പോൾ ജീവനക്കാർ സ്വാഭാവികമായും മേലധികാരികളോട് പരാതി നൽകുകയും ആ മേലധികാരികൾ പോലീസിൽ പരാതിയായി നൽകുകയും ചെയ്യും. അപ്പോൾ ന്യായമായും പോലീസ് കേസെടുക്കുന്നതും സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ഈ തിരുവമ്പാടി സ്വദേശി അജ്മലിനെയും സഹോദരനെയും ചൊടിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പരാതി എടുത്ത ശേഷം ഈ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞപ്പോൾ അതിന്റെ വാർത്തകൾ ഇന്നത്തെ പത്രത്തിൽ വന്നു എന്നതാണ്. ഇത്തരത്തിൽ KCB ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതിന് കേസെടുത്തു എന്ന രീതിയിൽ പത്രങ്ങളിൽ വാർത്ത വന്നതാണ് സഹോദരന്മാരെ ചൊടിപ്പിച്ചത്. അവർ ഈ KCB ഓഫീസിലേക്ക് പാഞ്ഞെത്തുകയും വലിയ അതിക്രമം തന്നെ കാട്ടുകയും ചെയ്തിരിക്കുന്നു. ഓഫീസ് അമ്പാടെ അടിച്ചു തകർക്കുന്ന രീതികളും അതിന്റെ അവിടുത്തെ ഫയലുകൾ പൂർണ്ണമായും എറിഞ്ഞ് നശിപ്പിക്കുന്ന ഒക്കെ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഒപ്പം ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു. ഒപ്പം ഈ പുറത്തിരുന്ന മലിനജലം ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്തിന്റെ ദേഹത്തോട് ഒഴിക്കുക എന്നിങ്ങനെയുള്ള പ്രാകൃതമായ രീതികളും ഈ രണ്ട് അക്രമകാരികളായ സഹോദരന്മാരും ചെയ്തിരിക്കുന്നു. എന്തായാലും പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ KCB ജീവനക്കാരെ അധിക്ഷേപിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ചുമത്തി ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നു. അനീഷ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതിൽ സ്വാഭാവികമായും നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്,
വൈദ്യുതി ബില്ലിൻ്റെ തീയതി വിട്ടുപോകുക. ഇന്നത് നമുക്ക് മൊബൈലിൽ നിന്ന് തന്നെ അടയ്ക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായും ഇങ്ങനെ ഫ്യൂസ് ഊരാൻ ഒരാൾ വരുമ്പോൾ ആ വീട്ടുകാരെ അറിയിക്കുക, ഇങ്ങനെ നിങ്ങളുടെ വൈദ്യുതി ബിൽ അടയ്ക്കാത്തതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഫ്യൂസ് ഊരുന്നു എന്ന് അവരോട് പറയുമ്പോൾ ആ നിമിഷം തന്നെ മൊബൈൽ ഫോണിൽ വേണമെങ്കിൽ നമുക്ക് അടയ്ക്കാവുന്ന ഒന്ന് മാത്രമാണ് വൈദ്യുതി ബില്ല്. അപ്പോൾ ഇങ്ങനെ ഒരു സൗഹാർദ്ദപരമായ ഒരു സംഭാഷണം ഈ ജീവനക്കാരും ഈ കുടുംബവും തമ്മിൽ ഉണ്ടായിട്ടില്ലേ? സോ ഇവരങ്ങ് വന്ന് വലിയ ധാർഷ്ട്യത്തിൽ ഇതങ്ങ് അഴിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടായത്? അതാണോ ഇവരെ പ്രകോപിപ്പിച്ചത്? അങ്ങനെ പ്രകോപിപ്പിച്ചാൽ തന്നെ പോയി KSEB ഓഫീസ് അടിച്ചു തീർക്കുക എന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ തുടക്കം ഈ ജീവനക്കാർ ആദ്യം ഇവരോട് കുറേ കൂടി സൗഹാർദ്ദത്തോടെ പെരുമാറിയില്ല എന്നതാണോ എന്ന് ഒരു സംശയം വരുന്നുണ്ടോ? ഈ ജീവനക്കാർ പറയുന്നത് അങ്ങേയറ്റം സൗഹാർദ്ദപരമായി തന്നെയാണ് ഈ അജ്മലിന്റെ വീട്ടിൽ പോയി ഇടപെട്ടത് എന്ന് തന്നെയാണ്. കാരണം ഈ റീകണക്ഷൻ നൽകുന്നതിന് മുമ്പ്, ഈ ഡിസ്കണക്ട് ചെയ്തപ്പോൾ തന്നെ അതിനു മുമ്പായി തന്നെ ഇവരെ വിളിച്ചിരുന്നു. അപ്പോൾ അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായില്ല. പിന്നീടാണ് വന്നു. സാധാരണ നമുക്ക് പറയാം, ഇത്തരത്തിൽ ഡിസ്കണക്ട് ചെയ്യാൻ വരുന്നതിന് മുമ്പ് നമുക്ക് അവസരം നൽകും, അല്ലെങ്കിൽ അതിനു മുമ്പ് പരിചിതരായ ഈ ആളുകളാണ് വരുന്നതെങ്കിൽ അവർ ഫോണിൽ വിളിച്ച് ഡേറ്റ് കഴിഞ്ഞല്ലോ എന്നൊക്കെ അറിയിക്കാറുണ്ട്. ഡിസ്കണക്ഷന്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ ചെയ്ത ശേഷമാണ് സാധാരണഗതിയിൽ ഇപ്പോൾ താരതമ്യേന നേരത്തെ കാലത്തേക്ക് അപേക്ഷിച്ച് ഇപ്പോൾ വളരെ മാന്യമായ പെരുമാറ്റമാണ് പലപ്പോഴും KSEB ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഉണ്ടാവുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എന്തൊക്കെ തന്നെ ഉണ്ടായാലും അതിനെതിരെ ഒരു പരാതി സർക്കാർ തലത്തിൽ തന്നെ കൊടുക്കുന്നതിന് പകരം നേരെ ചെന്ന് ഈ ജീവനക്കാരെ ആക്രമിക്കുന്നതും അവരുടെ ഓഫീസ് തകർക്കുന്നതും ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അനീഷ് കുമാറാണ്. യൂസ്ഡ് കാർ ഷോറൂമായ റോയൽ ഡ്രൈവിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി കണ്ടെത്തി. കൊച്ചി ഷോറൂമിൽ അടക്കം കഴിഞ്ഞ 2 ദിവസം EDയും ആദായ നികുതി വകുപ്പും നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം പുറത്തു വന്നത്. വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആഡംബര കാറുകളുടെ വില കുറച്ച് കാണിക്കുകയും പിന്നീട് ഈ തുക പണമായി കൈപ്പറ്റുകയും ചെയ്തു എന്നാണ് കണ്ടെത്തൽ. ക്രിക്കറ്റ് താരങ്ങളും മലയാള സിനിമാ താരങ്ങളും തട്ടിപ്പിന് കൂട്ടുനിന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്കെല്ലാം EDയും ആദായ നികുതി വകുപ്പും നോട്ടീസ് അയക്കും. കൂടുതൽ വിവരങ്ങൾ ആജ്ഞ രവീന്ദ്രൻ നൽകും. ആജ്ഞ രവീന്ദ്രൻ, ഈ കള്ളപ്പണ ഇടപാടുകൾക്ക് വലിയ മുൻനിരക്കാരൊക്കെ കൂട്ടുനിന്നു എന്നാണോ ഇപ്പോൾ കണ്ടെത്തുന്നത്? ചലച്ചിത്ര താരങ്ങൾ ഒക്കെ, നമ്മൾ ആരാധിക്കുന്ന പല ആളുകളും ഇതിൻ്റെ പുറകിലുണ്ടോ? മനു, ഈ യൂസ്ഡ് കാറുകൾ വിൽക്കുന്നതിൽ, അത് പ്രത്യേകിച്ചും ആഡംബര കാറുകൾ വിൽക്കുന്നതിൽ വലിയ തട്ടിപ്പ് കാണിച്ചുവെന്നാണ് EDയുടെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പും EDയും ഈ കാര്യത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല, ആഡംബര കാറുകളൊക്കെ വിൽക്കുന്നതിൽ വലിയ തുക, വിൽക്കുന്നതിനും വാങ്ങുന്നതിനും വലിയ തുക വ്യത്യാസം കാണിച്ചിട്ടാണ്, അതായത് വിൽപ്പന കാണിക്കുമ്പോൾ തുക കുറച്ച് വിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും പിന്നീട് ആ പണം അല്ലാതെ തുകയായി, പണമായി കൈപ്പറ്റുകയും ചെയ്യുന്ന, അതായത് ബാങ്ക് ട്രാൻസാക്ഷനോ മറ്റു തരത്തിലുള്ള ട്രാൻസാക്ഷൻ അല്ലാതെ പണമായി കൈപ്പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ വാഹന ഇടപാടുകാർക്കെതിരെ ED കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് താരങ്ങളും അതുപോലെ സിനിമാ താരങ്ങളും ഒക്കെ ഇതിൽ ഇടപാടുകാരാകുന്നു, ഇത്തരം തട്ടിപ്പിന് ഇവരൊക്കെ കൂട്ടുനിൽക്കുന്നു എന്നൊരു പരാതിയും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ആഡംബര കാറുകൾ വിൽക്കുന്നതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇതിലൂടെ നടത്തുന്നത് എന്നുമാണ് EDയുടെയും ആദായ വകുപ്പിന്റെയും കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ശക്തമായ പരിശോധനകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, EDയും ആദായ നികുതി വകുപ്പും ഇൻകം ടാക്സും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. കൂടുതൽ സിനിമാ താരങ്ങളിലേക്കും ക്രിക്കറ്റ് താരങ്ങളിലേക്കും ഒക്കെ അന്വേഷണം നീളുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും യൂസ്ഡ് കാറിലാണ് ഈ ഒരു തട്ടിപ്പ് നടത്തുന്നത്. വിൽപ്പനയ്ക്കുള്ള തുക കുറച്ചു കാട്ടുകയും അത് പിന്നീട് അവരുടെ കയ്യിൽ നിന്നും, അതായത് കസ്റ്റമറുടെ കയ്യിൽ നിന്നും പണമായി കൈപ്പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഏതായാലും നമ്മൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന കായിക താരങ്ങളും ഒപ്പം ഇതുപോലുള്ള ചലച്ചിത്ര താരങ്ങളുമൊക്കെ ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നത് വേദനിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ്. ആജ്ഞ രവീന്ദ്രനാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഇനി വരും ദിവസങ്ങളിൽ ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന താരങ്ങൾ ആര് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള പേരുകൾ പുറത്തു വന്നാൽ അത് കുറെ കൂടി ഇതിൻ്റെ തീവ്രത വ്യക്തമാക്കും എന്ന് മനസ്സിലാക്കാം. ഏതായാലും ഇന്നത്തെ സ്പോട്ട് ലൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ കൂടുതൽ വാർത്തകളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. കണ്ടെത്താൻ സാധിക്കും.